ഹായ് ഫ്രണ്ട്സ്, മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഈ വീഡിയോയിൽ നമ്മൾ 11 സ്റ്റോക്കുകൾ ബ്രോക്കറേജസ് പിക്ക് ചെയ്ത സ്റ്റോക്കുകളാണ്. 6 മുതൽ 60% വരെ റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളാണ്. അതിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കുകൾ ടാറ്റ മോട്ടോഴ്സ്, മാരിക്കോ, സാഗർ സിമെന്റ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ ഈ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്, അതായത് നിഫ്റ്റി ഒക്ടോബർ 7th 11,700 എബോവ് ആണ് ക്ലോസ് ആയി. അതുപോലെ സെൻസസ് 300 പോയിന്റ്സ് ആണ് ഗെയിൻ ചെയ്തത്. ആദ്യത്തെ സ്റ്റോക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫിലാക്ടെക്സ് ഇന്ത്യയാണ്. ICICI ഡയറക്റ്റ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടാർഗറ്റ് പ്രൈസ് 24% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫിലാക്ടെക്സ് ഇന്ത്യയാണ് ആദ്യത്തെ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 591 crores. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 26 rupees ആണ്. 52 വീക്ക് ഹൈ 43 ആൻഡ് 52 വീക്ക് ലോ 15 rupees ആണ്. അപ്പൊ മെയിൻലി ഇവർ ഈ ഒരു സിന്തറ്റിക് യാൺ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതുപോലെ പ്രൊപ്പലീൻ, പോളിസ്റ്റർ ചിപ്സ്, ഇതൊക്കെയാണ് ഇവരുടെ മാനുഫാക്ചറിങ്. സ്റ്റോക്കിന്റെ ഇപ്പൊ ഈ വരുന്നത് 8.04. ഡിവിഡൻഡ് ഈൽഡ് ഇല്ല. ബുക്ക് വാല്യൂ 26.8%. റിട്ടേൺ ഓൺ ഇക്വിറ്റി 22%. ഫേസ് വാല്യൂ 2. ഈ ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാർച്ച് ഡിപ്പിന് ശേഷം മെയ് മുതൽ നല്ല ഒരു റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കാണ്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂ കാട്ടിലും 1 ടൈം ട്രേഡ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക്. നല്ല ഒരു ഗ്രോത്ത് ആണ് ലാസ്റ്റ് 5 years ആയിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. 65.96% ആണ്. കോമ്പറ്റീറ്റേഴ്സ് വരുന്ന ഗ്രസീം ഇൻഡസ്ട്രീസ്, SRF, സെഞ്ചുറി, എങ്ക, ദെൻ വാർദ്ധമാൻ ആക്രിലിക്, ദെൻ ഇന്ത്യൻ ആക്രിലിക്സ് തുടങ്ങിയ സ്റ്റോക്കിലാണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുക. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഒരു മന്തിനെക്കാട്ടി കുറച്ചൊരു ലെസ് വന്നാലും ഈ ഒരു സ്റ്റോക്ക് പഴയ ഒരു റിട്ടേൺ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ലാസ്റ്റ് ഇയറിനെക്കാട്ടിയും. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഹെൽത്തി ക്യാപിറ്റൽ എഫിഷ്യന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ടാർഗറ്റ് പ്രൈസ് 33, അതുപോലെ 26 rupeesനാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് 24% വരെ റിട്ടേൺ തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ടാർഗറ്റ് rupees 2,394, 6% വരെ അപ്സൈഡ് കാണിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ലീഡിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാസ്റ്റർ ആയിട്ടുള്ള ബിസിനസ് പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മെയിൻലി ഉള്ളത് പെട്രോളിയം, റിഫൈനിങ്, മാർക്കറ്റിംഗ്, പെട്രോ കെമിക്കൽസ്, ഡിജിറ്റൽ സർവീസ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതുപോലെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2,258. 52 വീക്ക് ഹൈ വരുന്നത് 2,369. 52 വീക്ക് ലോ 867 rupees ആണ്. ഡിവിഡൻഡ് 0.29%. ഫേസ് വാല്യൂ 10. ബുക്ക് വാല്യൂ 715. റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.3% ആണ്. ഇപ്പൊ മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാം. മാർച്ച് ഡിപ്പിന് ശേഷം പിയർ ഗ്രൂപ്പ് കമ്പാരിസണിൽ ഫസ്റ്റ് പ്ലേസിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉള്ളത്. കോമ്പറ്റീറ്റേഴ്സ് BPCL, IOCL, HPCL, MRPL, CPCL തുടങ്ങിയ സ്റ്റോക്കുകൾ. അപ്പൊ സെയിൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർച്ചിനെ കാട്ടി ജൂൺ കുറച്ച് കുറഞ്ഞാലും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്റെ. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഇയറിനെ കാട്ടി പ്രൊമോട്ടേഴ്സിന്റെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ FII, DII എല്ലാം ഇൻക്രീസ് ആയിരിക്കുന്നു.
തീർച്ചയായിട്ടും നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഗുജറാത്ത് ഗ്യാസ് ആണ്. LTP 304, ടാർഗറ്റ് 388, 27% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിക്കുന്നു. കമ്പനി ഡീറ്റെയിൽസ് നോക്കാം. ഗുജറാത്ത് ഗ്യാസ് ആണ് തേർഡ് ഫോക്കസ് ചെയ്യേണ്ടത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,934. മെയിൻലി ഗ്യാസ് ബിസിനസ്സിലാണ് ഇവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കറണ്ട് പ്രൈസ് 304 ആണ്. 52 വീക്ക് ഹൈ 335 and 52 week low 168. Book value 48 rupees. Then return on equity 43.5. Face value 2 ആണ്. ഇനി നമുക്ക് നോക്കാം. മാർച്ച് ഡിപ്പിന് ശേഷം മെയിൽ ഒരു ചെറിയ ഡിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഉയരുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 5 years ആയിട്ട് നല്ല CAGR ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. 21.72%. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് 29.38% ഉണ്ട്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസിലാണ് ഗുജറാത്ത് ഗ്യാസ് ഉള്ളത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആഫിൾ ഇന്ത്യ, ക്യാം സർവീസസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, സെക്യൂരിറ്റി ആൻഡ് ഇന്റൽ ആൻഡ് CDSL ആണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഇപ്പൊ സെയിൽസ് ഗ്രോത്ത് നമുക്ക് നോക്കാം. മാർച്ചിനെ കാട്ടി ഇപ്പൊ കുറഞ്ഞാലും നെറ്റ് പ്രോഫിറ്റ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് കുറച്ച് ലാസ്റ്റ് ഇയറിനെ കാട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഷെയർ പാറ്റേൺസ് ലാസ്റ്റ് ഇയറും ഈ വർഷവും വലിയ ഡിഫറൻസ് ഇല്ല, ഒരേപോലെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ FIA DAയും കുറച്ച് സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഗ്രോയിങ് കമ്പനിയാണ്. ഇനിയും ഒരു ഫ്രഷ് ഹൈ തരുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ഈ ഒരു ഗുജറാത്ത് ഗ്യാസ്. സാഗർ സിമന്റ് ആണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. 30% വരെ അപ്സൈഡ് കാണിച്ച സ്റ്റോക്കാണ്. ടാർഗറ്റ് പ്രൈസ് 733. ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്ന 564. ഇപ്പൊ 10 years ഓഫ് പ്രോഫിറ്റബിലിറ്റി ആണ് ഈ ഒരു സ്റ്റോക്ക്. ബാലൻസ് ഷീറ്റ് അതുപോലെ നല്ല സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ സാഗർ സിമന്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സാഗർ സിമന്റ് മെയിൻലി സിമന്റ് മാനുഫാക്ചറിംഗ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1247. കറണ്ട് പ്രൈസ് ട്രേഡ് ചെയ്യുന്ന 560. 52 വീക്ക് ഹൈ 625, 52 വീക്ക് ലോ 236. ബുക്ക് വാല്യൂ 424. ഡിവിഡൻഡ് വാല്യൂ 0.45 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 3.04%. ഫേസ് വാല്യൂ 10. സ്റ്റോക്കിന്റെ PE 37.8 ആണ്. അപ്പൊ മാർച്ചിലും മെയിലൊക്കെ ഒരു ലെസ് ഗ്രോത്ത് ആണ്. പിന്നെ ഇപ്പൊ നല്ല ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 29.82%. ബാക്കിയുള്ളവരുടെ കോമ്പറ്റീറ്റേഴ്സ് രാംകോ സിമന്റ്, ദാൽമിയ ഭാരത്, ഇന്ത്യ സിമന്റ്, ഓറിയന്റ് സിമന്റ്, KCP, NCL ഇൻഡസ്ട്രീസ് ആണ്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിനെ കാട്ടി കുറച്ചൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. 11 ആയിരുന്നു മാർച്ചിൽ, ഇപ്പൊ 55 ആയിട്ട് ഇൻക്രീസ് ആയി. നെറ്റ് പ്രോഫിറ്റ് 1-ൽ നിന്നും 36 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ലാസ്റ്റ് മന്തിനെ കാട്ടിയും ഈ മാസം ഇൻക്രീസ് ആയിരിക്കുകയാണ്. മാർച്ചിൽ നിന്നും ജൂണിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ FIDA എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ നമുക്ക് സാഗർ സിമന്റ് തീർച്ചയായിട്ടും അപ്സൈഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്ന ഇമാമി ആണ്. ഇമാമിയുടെ LTP 351, ടാർഗറ്റ് പ്രൈസ് 440, 25% വരെ ഈ ഒരു സ്റ്റോക്ക് കാണിക്കുന്നു. ഒത്തിരി പുതിയ ലോഞ്ചസ് അതുപോലെ എക്സ്പാൻഷൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഫ്യൂച്ചറിൽ ഇവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നത് തന്നെ ഇതിന്റെ ഒരു പ്രധാന കാര്യമാണ്. ഇമാമിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇമാമി ലിമിറ്റഡ് മെയിൻലി പേഴ്സണൽ കെയർ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ആണ്. അതായത് ബോറോ പ്ലസ്, നവരത്ന, ഫെയർ ആൻഡ് ഹാൻസം, സണ്ടു ബോം തുടങ്ങിയ സ്റ്റോക്കുകൾ, ഇതൊക്കെ ഈ പ്രോഡക്ട്സ് ആണ്. ഇവര് മെയിൻലി ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 15,574 crores. കറണ്ട് പ്രൈസ് ഇപ്പോൾ 350 ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈ വരുന്നത് 408, 52 വീക്ക് ലോ 131. ഡിവിഡൻഡ് yield 1.14 ആണ്. ഫേസ് വാല്യൂ 1, ബുക്ക് വാല്യൂ 41, റിട്ടേൺ ഓൺ ഇക്വിറ്റി 15.1%. ഇതിന്റെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് ഡിപ്പിന് ശേഷം
പിന്നെ ജൂലൈയിൽ കുറച്ചൊരു ഡിപ്പ് വന്നാലും പിന്നെ ഇപ്പോൾ ഫ്രഷ് ഹൈ എടുക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡെപ്റ്റ് ഫ്രീ ആണ്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് 57.15. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ഇയറിനെക്കാട്ടി ഇൻക്രീസ് ആയിട്ടുണ്ട് 1.11%. പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഡാബർ ഇന്ത്യ, ഗോദ്രേജ് കൺസ്യൂമർ, മാരിക്കോ, ജ്യോതിസ് ലാബ്, കായ ലിമിറ്റഡ്, ബജാജ് കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾ. സെയിൽസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ലാസ്റ്റ് ഇയറിനെക്കാട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി, പ്രോഫിറ്റ് ബിഫോർ ടാക്സും ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട് ലാസ്റ്റ് മന്തിനെ കാട്ടി. പബ്ലിക് ഹോൾഡിംഗ് അതുപോലെ FIDA ഇൻക്രീസ് ആയിരിക്കുന്നു. കൺസൈൻ നെർലോക്ക് പെയിന്റ്സ് ആണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. LTP 480, ടാർഗറ്റ് 550, 14% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിക്കുന്നു. ഹോൾസെയിൽ ഡിമാൻഡ് ഉള്ളതാണ് ഫോർ ഓട്ടോ കൺസൈൻ നെർലോക്ക് പെയിന്റ്സ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പെയിന്റിന്റെ വോളിയം ലാസ്റ്റ് 7 ക്വാർട്ടേഴ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു. പക്ഷെ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ CAGR 26.33% CAR ഉണ്ട്. കൺസൈൻ നെർലോക്ക് പെയിന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കൺസൈൻ നെർലോക്ക് മെയിൻലി പെയിന്റ് ബിസിനസ് ആണ് ഇവരുടെ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 25,898, കറണ്ട് പ്രൈസ് 481 ആണ്. ഹൈ വരുന്നത് 52 വീക്ക് ഹൈ 573, 52 വീക്ക് ലോ 294, ബുക്ക് വാല്യൂ 69, ഡിവിഡൻഡ് yield 0.66%, ഫേസ് വാല്യൂ 1, then return on equity 14.2%, ROCE 18.2% ആണ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലോ പിന്നെ ഒരു ഹൈ, ലോ ഹൈ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെർച്വലി ഡെപ്റ്റ് ഫ്രീ ആണ്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഉണ്ട് 30.26%. കോമ്പറ്റീറ്റേഴ്സ് ഏഷ്യൻ പെയിന്റ്, ബർജർ പെയിന്റ്, ആക്സോ നോബൽ, ഷാലിമാർ പെയിന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ. സെയിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു കൊറോണ വൈറസ് ഈ ഒരു പാൻഡമിക് സമയമായതുകൊണ്ടാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പ്രൊമോട്ടേഴ്സിൽ ലാസ്റ്റ് മന്തും ഈ മന്തും ഒരേപോലത്തെ റേറ്റിംഗ് ആണുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു ഫ്രഷ് ഹൈ കൊടുക്കാൻ ചാൻസ് ഉള്ള, കാരണം ലോ ഹൈ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഡെപ്റ്റ് ഫ്രീ ഹെൽത്തി ഡിവിഡൻഡ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. LTP 3,786, ടാർഗറ്റ് 4,279 വരെ ഇൻക്രീസ് ആവും. 30% വരെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നമുക്ക് നോക്കാം. FMCG പ്രോഡക്ട്സ് എല്ലാം തന്നെ ഈ ലോക്ക്ഡൌൺ ടൈമിൽ വൻ ഡിമാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്തും ഫ്യൂച്ചറിൽ കാണുമെന്ന് ഉറപ്പുവരുത്താം. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് മെയിൻലി ഫുഡ് കമ്പനിയാണ്, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് അതുപോലെ കേക്ക്സ്, റസ്ക്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 91,138, കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 3,786, 52 വീക്ക് ഹൈ 4,015, 52 വീക്ക് ലോ 2,100, ഡിവിഡൻഡ് yield 2.19% ആണ്. ബുക്ക് വാല്യൂ 183, ഫേസ് വാല്യൂ 1, then return on equity 32.5%. അപ്പൊ നമുക്ക് കാണാം മാർച്ചിൽ ഒരു കുറച്ച് ഡിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല ഒരു ഇൻക്രീസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് കാണാൻ സാധിക്കുന്നു. നല്ല ഒരു റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് ലാസ്റ്റ് 3 years ആയി 31.80%. ഹെൽത്തി ഡിവിഡൻഡ് 40.33%. നെസ്ലെ ആണ് ഇവരുടെ മെയിൻ കോമ്പറ്റീറ്റർ. സെയിൽസ് നോക്കുകയാണെങ്കിൽ മാർച്ച് മന്തിനെ കാട്ടി സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏകദേശം ഡബിൾ ആയി എന്ന് തന്നെ പറയാം. അതായത് 454 to 770, ഡബിൾ ആയില്ല, ഏകദേശം ഡബിൾ ആ ഒരു റേറ്റിലാണ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട് ലാസ്റ്റ് മന്തിനേക്കാളും. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലൊക്കെ നോക്കാം. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് അതുപോലെ FIDA എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് ബാങ്കിങ് സെക്ടറിലെ HDFC ബാങ്ക് നമുക്കറിയാലോ, നല്ല ഒരു ഗ്രോത്ത് ആണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. ഈ എക്കണോമിക് ട്രെൻഡ് വീക്ക് ആയാൽ കൂടിയും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നല്ല ഒരു മാർജിൻ ഉള്ളത് കൊണ്ട് HDFC ബാങ്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം.
HDFC ബാങ്ക് മെയിൻലി ബാങ്കിങ് ആണ് നമുക്കറിയാം. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6,39,668, current price 1,162, 52 week low 1,306, 52 week high 1,306, 52 week low 739, face value 10, book value 320. പോസിറ്റീവ് ആയിട്ട് പറയേണ്ടത് CAGR ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 5 years ആയിട്ട് 20.59%. ക്വാർട്ടർലി റിസൾട്ട് ബേസിൽ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ജൂൺ മാസം ലാസ്റ്റ് മന്തിനെ കാട്ടിയും. പ്രൊമോട്ടർ ഹോൾഡിംഗ് ആൻഡ് ഓൾസോ FIDs കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ആണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. LTP 141, ടാർഗറ്റ് പ്രൈസ് 226, 60% വരെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് റിട്ടേൺ തരുമെന്ന് പ്രതീക്ഷിക്കാം. ചൈന റീറ്റെയിൽ 3.7% ഗ്രോ ആയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. They are the leading automobile manufacturing company-ആണ്. കാർസ്, അതുപോലെ ട്രക്സ്, വെഹിക്കിൾസ്, ബസ്സസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 46,819, കറണ്ട് പ്രൈസ് 141, ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി -16 ആണ്. ഇപ്പൊ മാർച്ചിൽ നല്ലൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു സ്റ്റോക്ക് പിന്നെ വീണ്ടും കയറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബുക്ക് വാല്യൂ കാട്ടി 0.70 ടൈംസ് ആണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അശോക് ലെയ്ലാൻഡ്, ടാറ്റ മോട്ടോഴ്സ്, DBR, ഫോഴ്സ് മോട്ടോഴ്സ്, SML, ഇസു തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഓൾമോസ്റ്റ് സിമിലർ ആണ് ലാസ്റ്റ് മന്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. മാരിക്കോ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക. 440, ടാർഗറ്റ് പ്രൈസ് 19% വരെ ഈ ഒരു സ്റ്റോക്ക് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. 369 ആണ് അവരുടെ LTP വരുന്നത്. ഫുഡ്, എഡിബിൾ ഓയിൽ എല്ലാം ഗ്രോത്ത് മൊമെന്റം ഉള്ള സ്റ്റോക്കാണ്. ഹെൽത്ത്, ഹൈജീൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് പ്രോഡക്ട്സ് ആണ് ഇവരുടേത്. FMCG, ഫാർമ, അതുപോലെ IT സെക്ടർ ഒക്കെ ഈ ലോക്ക്ഡൌൺ സമയം വളരെ ഡിമാൻഡബിൾ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ടൈറ്റൻ കമ്പനി. LTP 1,253, ടാർഗറ്റ് 1,450, 15% വരെ ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺ തരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ടൈറ്റൻ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടൈറ്റൻ കറന്റ് മെയിൻലി വാച്ചസ്, ജ്വല്ലറി, ഐവെയർ, അതുപോലെ ഇതൊക്കെയാണ് അവരുടെ മെയിൻ മാനുഫാക്ചറിങ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,11,328, കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1,254, 52 വീക്ക് ഹൈ 1,390, ഡിവിഡൻഡ് ഈൽഡ് 0.32% ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 23.4, ഫേസ് വാല്യൂ 1. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും മാർച്ച് മെയില് കുറച്ച് ഡിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വീണ്ടും ഇൻക്രീസ് ആവുന്ന ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 28.24%. രാജേഷ് എക്സ്പോർട്ട്, ഏഷ്യൻ സ്റ്റാർ, അറ്റ്ലസ് ജ്വല്ലറി, PC ജ്വല്ലറി തുടങ്ങിയ സ്റ്റോക്കിലാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും സ്റ്റോക്കിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ബ്രോക്കറേജസ് പിക്ക് ചെയ്ത 11 സ്റ്റോക്കുകൾ ഏകദേശം 6 to 16% വരെ 60% വരെ നമുക്ക് റിട്ടേൺ തരുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE, MCX, റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.